മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര ധനസഹായം. സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ. അർഹമായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വൈകാതെ തന്നെ തുക അക്കൗണ്ടുകളിൽ ലഭ്യമാകും. തീരദേശത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശ്വാസമേകി സർക്കാരിന്റെ അടിയന്തര ധനസഹായം. ട്രോളിംഗ് നിരോധനവും മോശം കാലാവസ്ഥയും കാരണം തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2ാം ഗഡു തുക സർക്കാർ അനുവദിച്ചു. സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിനാണ് 2ാം ഗഡുവായി 20 കോടി രൂപയുടെ ഭരണാനുമതി നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയത്. കടൽ പ്രക്ഷുബ്ധമാകുന്നതും ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതുമായ സമയങ്ങളിൽ ഏറ്റവും വലിയ ദുരിതമനുഭവിക്കുന്നത് നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. പഞ്ഞമാസങ്ങളിൽ ഉപജീവന മാർഗം പൂർണ്ണമായും അടഞ്ഞുപോകുന്ന സാഹചര്യത്തിൽ അവർക്ക് തുണയാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സമ്പാദ്യ സമാശ്വാസ പദ്ധതി. നിലവിൽ ലഭ്യമായ അനുമതി പ്രകാരം കേന്ദ്രവിഹിതമായ 10 കോടി രൂപയും സംസ്ഥാന വിഹിതമായ 10 കോടി രൂപയും ഉൾപ്പെടുത്തിയാണ് ആകെ 20 കോടി രൂപയുടെ 2ാം ഗഡു ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം തന്നെ പദ്ധതിയുടെ 3ാം ഗഡുവും അനുവദിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ അറിയിച്ചു. കടലിൽ പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലും തൊഴിലില്ലാത്ത പഞ്ഞമാസങ്ങളിലും തീരദേശത്തെ കുടുംബങ്ങളെ സർക്കാർ കൈവിടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് യാതൊരുവിധ ഇടനിലക്കാരുമില്ലാതെ നേരിട്ട് തുക കൈമാറുന്നതിനുള്ള അടിയന്തര നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രതിസന്ധികളും കടലാക്രമണവും ട്രോളിംഗ് നിരോധനവുമെല്ലാം തീരദേശത്തെ ജീവിതത്തെ വൻതോതിൽ ബാധിക്കുന്ന സമയമാണിത്. അടിത്തട്ടിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അടിസ്ഥാന സാമ്പത്തിക സുരക്ഷിതത്വവും പട്ടിണിയില്ലാത്ത അന്തരീക്ഷവും ഉറപ്പാക്കാനാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വൈകാതെ തന്നെ ഈ തുക അക്കൗണ്ടുകളിൽ ലഭ്യമാകും.